സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 വന്നിട്ടുള്ളത് ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ തന്നെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡെൽറ്റ ജി ആൻഡ് ഇ സെല്ലും ഡെൽറ്റ ജിയും അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്കൊരു സീരീസ് ഓഫ് അയോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. FeO4 2- Fe3+ ആവാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സെൽ പൊട്ടൻഷ്യൽ, Fe3+ Fe2+ ആവാനുള്ള സെൽ പൊട്ടൻഷ്യൽ, Fe2+ Fe0 ആവാനുള്ള സെൽ പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലാകെ ഇലക്ട്രോഡ്സ് മാത്രമേ ഉള്ളൂ, മീൻസ് കാറ്റയോൺസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടെവർ എന്താണെങ്കിലും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് FeO4 2- Fe2+ ആക്കാൻ എത്ര വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, FeO4 2- Fe2+ ആക്കാൻ ഉള്ള റിയാക്ഷൻ ഞാനിവിടെ എഴുതുകയാണ്. ഇവിടെ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +6 എന്നാണ് വരിക. അപ്പോൾ +6ൽ നിന്ന് +2ലേക്ക് പോകണമെങ്കിൽ അവൻ എത്ര ഇലക്ട്രോണിനെ വാങ്ങണം? 4 ഇലക്ട്രോണിനെ വാങ്ങണം നമുക്കറിയാം. ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അഥവാ ഇ സെൽ ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, റൈറ്റ്? ഇനി ഇത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ 1-2 ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ FeO4 2- നിന്ന് ഡയറക്റ്റ്ലി Fe2+ ആക്കുന്നതിൻ്റെ ഇടയിൽ ആരുണ്ട്? Fe3+ ഉണ്ട്. അപ്പോൾ അത് 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആയിട്ട് നമുക്കൊന്ന് എഴുതാം. അപ്പോൾ FeO4 2- ഞാൻ ആദ്യം Fe3+ ആക്കുന്നു. അത് ഇവിടെ +6ൽ നിന്ന് +3ലേക്ക് ആവുക എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺ ഇവൻ വാങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അത് E1 എന്ന് ഞാൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.02 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി Fe3+ എന്താക്കി മാറ്റണം? Fe2+ ആക്കി മാറ്റണം. അവിടെ നമുക്ക് 1 ഇലക്ട്രോൺ ആണ് ആവശ്യമുള്ളത്. അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.8 ആണ്. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൾറാഷ്യസ് ലോ ഒക്കെ പഠിച്ചതിൻ്റെ ബേസിൽ ഈ 2 ഇക്വേഷൻസ് അങ്ങ് ചുമ്മാ അങ്ങ് ആഡ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ 2.8 എന്ന് കിട്ടും. അങ്ങനെ ഒരു ആൻസർ ഒന്നാമത് ഓപ്ഷനിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്യാനും പറ്റില്ല. കാരണം ഇ സെൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിന് അഡിറ്റീവ് പ്രോപ്പർട്ടി ഇല്ല. നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് മാത്രമേ നമുക്ക് ആഡ് ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഡെൽറ്റ ജി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം ഡെൽറ്റ ജി ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക FeO4 2- +4 ഇലക്ട്രോൺ ഗിവിങ് Fe2+. അപ്പോൾ ഇതാണ് E3. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഡെൽറ്റ G3 is equal to delta G1 plus delta G2 ആണ്. വാട്ട് ഇസ് ഡെൽറ്റ G3? ഡെൽറ്റ G എന്ന് പറഞ്ഞാൽ -NF E സെൽ. അപ്പോൾ -N എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺ ആണെന്നാണ്? F E സെൽ, അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇസ് ഈക്വൽ ടു ഡെൽറ്റ G1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ, അതിലെ -N എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ, F അതിൻ്റെ E സെൽ എന്ന് പറയുന്നത് 2.0, അപ്പോൾ 2 പ്ലസ് ഡെൽറ്റ G2 എന്ന് പറയുമ്പോൾ -N എന്ന് പറയുന്ന 1 ഇലക്ട്രോൺ, -1 ഇൻറ്റു F ഇൻറ്റു അതിൽ എത്രയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? 0.8. അപ്പോൾ ഇതിൽ മൈനസ് എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. F എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി 4E is equal to 2 + 0.8 എന്നായി. സോ E is equal to 2.8/4, that is equal to 1.7. സോറി 6.8 ആണ്. 6.8 1.7 വരും. 2.8 ആണെങ്കിൽ 0.7 എന്നല്ലേ വരിക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 3 × 2 ആണ്. 3 × 2 എന്ന് പറയുമ്പോൾ 6 + 0.8 6.8 6.8 divided by 4, that is equal to 1.7 volt. So the answer is